തേങ്ങ ചിരവുന്നത് അറിയാത്തവർക്ക് പഠിപ്പിച്ചിരട്ടെ. എന്താണെന്നറിയാം, ഇത് തേങ്ങാക്കൊത്തിന് വേണ്ടിയിട്ട് തേങ്ങ വെട്ടിയതുകൊണ്ട് ഇതുപോലെ ഇത് ഫുൾ തന്നെ ഉണ്ടാവുക എന്നാണെങ്കിൽ നമ്മളെന്താ വേണ്ടതെന്നറിയാം, ഇത് ചിരവ, ഇത് ചിരവയാണ്. ചിരവ ചിരവില്ലായിരിക്കും അറിയില്ലേ. അപ്പോൾ എന്താ നമ്മൾ തേങ്ങ ഇങ്ങനെ പിടിച്ച്, തേങ്ങനെ ഈ നാട്ടുപേരിലുണ്ട് ഇങ്ങനെ പിടിച്ച് കണ്ട, ഇതെല്ലാം നല്ല ടെക്നിക്കാണ് കണ്ട. ഇങ്ങനെ പിടിച്ച് തേങ്ങ മുറി നമ്മളിതാ ഈ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഈ നട്ടുവിരൽ ലെഫ്റ്റ് ഹാൻഡിൻ്റെ നട്ടുവിരൽ വെച്ച് ഇവിടെ പിടിച്ചു. ഓക്കെ, എന്നിട്ട് ഈ തള്ളവിരൽ ഇവിടെയും പിടിച്ചു. ഇതാണ് ഇതിൻ്റെ പൊസിഷൻ. ഓക്കെ, മനസ്സിലാകാതെ റിപ്പീറ്റ് ചെയ്ത് കണ്ടോളൂ. ഓക്കെ, എന്താ ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ നമ്മൾ ഈ ചിരവേൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ഇങ്ങനെ ഉണ്ടാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ സൈഡ് ചേർന്നിട്ട് നമ്മൾ ആദ്യം ചിരവ ഇതാ ഇങ്ങനെ ഇങ്ങനെ വെച്ചു. മെല്ലെ താഴോട്ടാക്കി, മെല്ലെ താഴോട്ടാക്കി. ഇപ്പം ഇത് കാലിയല്ലേ, ഇതിതാ നിറച്ച് മറ്റേതാ ഇങ്ങനെ. അന്നേരം നമ്മൾ ഇതിങ്ങനെ തിരിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അന്നേരം ഈ 3 വിരലോട്ട് ഇങ്ങനെ 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 തിരിച്ചു കൊണ്ട് വരുമ്പോൾ അതിൻ്റെ റൗണ്ടിൽ ഒരേപോലെ വരുവേ. കണ്ടോ? അപ്പോൾ ഇങ്ങനെ റൗണ്ടിലാണ് ഈ സൈഡ് മുതൽ ചിരവിയിട്ട് ഉള്ളിലോട്ട് വരുന്നുണ്ട്. നമ്മളെ ചെറുപ്പത്തിൽ തേങ്ങ അരവ് എന്ന് പറയുമ്പോൾ നെയ്യെന്ന് പറയുക എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നെടുക്കാട് വെക്കും. എന്നിട്ട് ഇങ്ങനെ ചിരവ്. അന്നേരം എന്താ, ഒന്ന് എടുക്കുന്ന ഫുൾ തീരുകയും ചെയ്യും. ഇപ്പുറത്തുനിന്ന് ഇളകി വരും. നമ്മൾ അരക്കുമ്പോൾ മിക്സിയിലായാലും അമ്മിമ്മലായാലും തേങ്ങ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇളകി വരുമ്പോൾ അരക്കാനും മതിയെല്ലാം ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അപ്പോൾ അമ്മയിൽ ഇതുപോലെയാണ് പഠിപ്പിക്കുക. ഭയങ്കരമായിട്ട് വീട്ടിലെ പണി പഠിപ്പിക്കാൻ അമ്മേൻ്റെ അത്ര കഴിവ് വേറെ ആയിരിക്കില്ല എന്ന് തോന്നുന്നു. നമുക്കങ്ങനെ തോന്നില്ല. അമ്മ നല്ല വൃത്തിയിൽ, അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വീട്ടിലെ അടുക്കളപ്പണീൻ്റെ കാര്യത്തിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊന്ന് ടൈമർ ഒന്ന് ഓഫായി എന്ന സംഭവം അടാ ഇങ്ങനെ ഓഫായതെന്നാ അതെ, അങ്ങനെയാണ്. അത് ഇന്നലെ ഗിഫ്റ്റ് ചെയ്യുന്ന ഫോണാണ്. അപ്പോൾ ഇതിലെന്തെല്ലോ മാറ്റം ഉണ്ടാവില്ലേ, ഫെസിലിറ്റി എല്ലാം. അതുകൊണ്ട് ഞാൻ മോനോട് ചോദിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിരവേണ്ട ഒരു രീതിയൊക്കെ ഉണ്ട്. അതൊന്നും എല്ലാ അമ്മമാരൊന്നും ഇപ്പം പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ നടുക്ക് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഉള്ളോളം നല്ല ക്ലീനായി വന്നിട്ട് ചിരട്ട നല്ല ക്ലീനായിരിക്കും. ഇതിലൊന്നും ഉണ്ടാവില്ല. ചിലവർ ചിരണ്ടിയാൽ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് വേസ്റ്റാവും. നമ്മളെ വീട്ടിൽ തേങ്ങക്ക് ഒരു ക്ഷാമൂല ഇഷ്ടം പോലെ. ഞാൻ അവിടെ ഉള്ള സമയത്ത് ഇഷ്ടം പോലെ തേങ്ങയുടെ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നമ്മൾ നല്ല വൃത്തിയിൽ ഒട്ടും കളയാണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ തേങ്ങ ചിരവാൻ പഠിപ്പിക്കൽ, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടും ഏത് തേങ്ങ ചിരവാൻ അറിയാത്തവരിക്കും പഠിക്കാൻ പറ്റും. അന്നേരം എല്ലാവരും പറയും ഇപ്പോൾ റെഡിമെയ്ഡ് കിട്ടൂലേ ചിരവിയിട്ട് കടകളിൽ മേടിക്കാൻ കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെല്ലാം പഠിച്ചിരിക്കണ്ടേ, ഓപ്ഷൻ വേണമല്ലോ. ഇനിയിപ്പോൾ ചിരവിയ തേങ്ങ കിട്ടിയില്ലെങ്കിൽ നമ്മൾ തേങ്ങ വാങ്ങി പൊട്ടിച്ച് ചിരവി ഉപയോഗിക്കണ്ടേ. നമ്മൾ സാധാരണ ജീവിതത്തിൽ സാധാരണ കാര്യങ്ങളിലാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഹൈഫൈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ താമസിക്കുമ്പോൾ ഉള്ളതോ വിദേശ രാജ്യങ്ങൾ താമസിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ സാധാരണ നാട്ടിൽ സാധാരണ ഒരു വീട്ടിൽ അല്ലെങ്കിൽ പുറത്തായാലും എവിടെയാലും സാധാരണ വീട്ടിൽ തേങ്ങ ചിരവുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. താങ്ക് യു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ കുറേ കാലമായി പറയുന്നത്. പിന്നെ ഓക്കെ, ഒരു സർപ്രൈസ് ഉണ്ട്, വലിയ സർപ്രൈസ്. എന്നെ ഇഷ്ടപ്പെടുന്ന എനിക്ക് കമൻ്റ് ഇടുന്ന അങ്ങനെയുള്ളവർക്കാണ് സർപ്രൈസ് പറയുന്നത്. ഓക്കെ, ശരിയെന്ന്. ബൈ, ഗുഡ് മോർണിംഗ്.